ഇനിയൊരു കാര്യം SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് അതായത് ആക്റ്റീവ് ഫണ്ട്സിൽ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. ടിഫിൻ കോഫിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. SIPയും ടിഫിൻ കോഫിയും ആൽമോസ്റ്റ് ഒരേ ഇതല്ലേ സർ? ഇത് ടിഫിൻ കോഫി നീ അറിഞ്ഞ സ്റ്റോക്കിന് വാങ്ങുന്നു കറക്റ്റാ. SIP ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ആര് മാനേജർ എന്നൊക്കെ അറിയൂല. ഒരെടുത്ത് കൊടുത്ത് എനിക്ക് മങ്ങാത്ത കളിക്കാൻ പേടിയായിരിക്കുന്നു, എനിക്ക് ബദൽ നീ മങ്ങാത്ത കളി എന്ന് പറയുന്ന സ്ഥിതിയാണ് ഇവിടെ. സത്യം അതല്ലേ സർ? അതെ. അവൻ ഇഷ്ടത്തിന് NSEയിലൊക്കെ മങ്ങാത്ത കളിക്കുവാണെങ്കിൽ അത് നിനക്ക് നഷ്ടമാണ്. സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു സർ. അതെ, അതാണ് പ്രോബ്ലം. നീ വന്നിട്ട് ഇപ്പോൾ IT സെയിൽ മങ്ങാത്ത കളിക്കുവാണെങ്കിൽ അത് പ്രോബ്ലം അല്ല. 100 രൂപയ്ക്ക് നിങ്ങൾ കൺസിഡർ ചെയ്തെന്ന് വെച്ചോ, 17 രൂപ ആയിരിക്കുന്നു. 5.5%, ആൽമോസ്റ്റ് 6% വട്ടി. ഒരു സേവിങ് ബാങ്കിൽ കാശിട്ട് വച്ചതുപോലെയാണ് അത്. JP മോർഗൻ തന്നെ പാക്കേജിങ് തന്നെ ബെറ്റർ എന്ന് പറയുന്നു. പാക്കേജ് ഫുഡ്സിൽ ഇവർ $2 ബില്യൺ ചെയ്തിരിക്കുന്നു. ഇന്നും ഗ്രോ ചെയ്യാൻ വയ്ക്കും. ഇപ്പോൾ കോക്കനട്ട് കോല എന്നൊന്ന് ഇറങ്ങിയിരിക്കുന്നു. അതെ സർ, കണ്ടു. സൺഫീസ്റ്റ് പ്രീമിയത്തിന് ലോക്കലിൽ വിൽക്കുന്നു. അത് ഹൈ എൻഡ് ബ്രാൻഡ് ആയിട്ട് മാറ്റുന്നു സർ. അവർ വന്നിട്ട് പതിയെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സിഗരറ്റിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 10 കൊല്ലം കഴിഞ്ഞ് സിഗരറ്റേ ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. എന്ത് കയറുതെന്ന് എനിക്ക് 17 രൂപയായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ സർ, ഈ ഷെയർ പ്രൈസ് കയറുന്നില്ല എന്നതാണ് ഇവിടുത്തെ വലിയ കൺസേൺ ആയിരിക്കുന്നു. മക്കളൊന്നും ഞാൻ പറയുന്നു. സർ ഫൈൻ. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് വന്ന് അങ്ങനെ ഒരു 2% മുകളിൽ ഏറിയിരിക്കുന്നു സർ. SFD തന്നെ ഒരു ചില കറക്ഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം കൂടെ അത് ഏറിയിരിക്കുന്നു. ഇത് റീസൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ സർ. കാരണം അത് വളരെ അണ്ടർ വാല്യൂഡ് ആണ്. സ്പിറ്റിന് മുമ്പ് 6000 രൂപയ്ക്ക് കൺസിഡർ ചെയ്തു. ദിസ് സ്പിറ്റിന്റെ മുമ്പേ ഷെയർ എന്ന് പറയുമ്പോൾ 1600, 4000 സർ. ഞാൻ 3000 2000 എടുത്തു. ഓക്കെ 1000 രൂപയ്ക്ക് കുറവായിട്ടെല്ലാം ഇരിക്കുന്നു. ബട്ട് ഞാൻ എന്ത് പറയുന്നു എന്നാൽ ആവറേജ് 6000. എന്റെ ഓർമ്മ എന്തെന്ന് വെച്ചാൽ സർ, നിങ്ങളേതോ 4000 എന്തോ റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. 6000 വെക്കാം, 4000 വെച്ചോ അല്ലെ 5000 വെച്ചോ, രണ്ട് കണക്കിട്ട് കാണിക്കാം. 4000 ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ 900, 1200. രണ്ടും വളരെ ലോ വാല്യുവേഷൻ ആണ്. റെവൽമെന്റിന് എത്രയും തന്നെ അടിക്കാൻ പറ്റും. പോയിന്റ് ശേഷം കൂടെ അവരെ പ്രോഫിറ്റിന് ഒന്നും ആയില്ല. ഡെഫിനറ്റായിട്ട് ഇറ്റ് ഹാസ് ടു ക്ലൈം ബാക്ക്. ഇവിടെ ഡോളർ സ്ലിപ്പ് ആവുന്നു. AIക്കും ഇത് ബെനിഫിറ്റ് ആണ്. ഇന്നും ഫാസ്റ്റായിട്ട് മരുന്ന് കണ്ടുപിടിക്കും. കാരണം ഇറ്റ് ഹാസ് ടു ഗോ എ ലോങ് വേ. ഈ ബാങ്ക്സിനായിട്ടുള്ള ലിക്വിഡിറ്റി ഡെഫിസിറ്റ് കിട്ടത്തട്ട ഒരു 41,000 കോടി ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ RBI വന്നിട്ട് ബോണ്ട് ബൈബാക്ക് പറഞ്ഞപ്പോൾ കൂടെ ഇതായിട്ട് ആരും അതിനെ വാങ്ങിയില്ല. ഇത് റേറ്റിലാണ് പറഞ്ഞു ബൈബാക്ക്, അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഏറെക്കുറെ ഒരു 30,000 കോടി രൂപയ്ക്ക് ഓഫർ കൊടുത്തതിൽ 1,000 കോടിക്ക് തന്നെ വാങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്ത്, നിങ്ങൾ ഇതിൽ തന്നെ വച്ചിരിക്കാം. ഇവിടുത്തെ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, RDLA വച്ചിരിക്കും. ബോണ്ട് ബൈബാക്ക് എന്ന് പറയുമ്പോൾ ഈ റേറ്റിൽ തരാം. ഞാൻ വിറ്റ ബോണ്ടിനെ തിരികെ വാങ്ങുന്നു എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ലിക്വിഡിറ്റി ക്രഞ്ച് ഇരിക്കുന്നു, അടുത്ത് കാശ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് RBI അടുത്ത് പറയുന്നു. പക്ഷെ ഈ റേറ്റിൽ എനിക്ക് വേണ്ട, റേറ്റിനെ കൂട്ടി താരാസ എന്നാണ് അർത്ഥം. അങ്ങനെ അപ്പോൾ ഇതിന് ഇങ്ങനെ കൂടെ എടുക്കാമോ സർ? നിങ്ങളെടുത്തിരുന്ന കാശിനെ വാങ്ങി ബേസിക്കലി ഈൽഡിനെ കുറയ്ക്കാൻ നോക്കുന്നു ബോസ്. ബാങ്ക്സ് ആണ്, അതായത് 7.1%ലാണ് ഇരിക്കുന്നു. അത് മാർക്കറ്റിൽ 6.95ക്ക് ഞാൻ വാങ്ങുന്നു എന്ന് പറയുന്നു. കൊടുക്കുമ്പോൾ ഇല്ല നോക്കുന്നു. നോക്കിയാണ് ഒരു 7,600 crores വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കും. സാർ ഇപ്പോൾ ഓട്ടോമൊബൈൽ നമ്പറൊക്കെ വന്നിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നു? നമ്മൾ ഒരുപാട് ഓട്ടോമൊബൈൽ സ്റ്റോക്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. ശരി, അബ്രോഡിലും ശരി. എന്നെ പുറത്താവും മട്ടിൽ ഞാൻ മെയിനായി കൺസിഡർ ചെയ്യണത് 2. ഒന്ന് വന്നിട്ട് ടൊയോട്ട, ഒന്ന് ടാറ്റ വന്നിട്ട് ക്ലിയർലി നമ്പർ 2 എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നു. ദാറ്റ് ഈസ് ഹീസ് നോ കൺസിസ്റ്റൻ്റ്ലി. ഹൂണ്ടയിനെ 4ാം തലത്തിൽ തള്ളിയിരിക്കുന്നു. 6-7 മാസം കൊണ്ട് ഹൂണ്ടയെ 4ാം ഇടത്തിലാണ് തള്ളി വച്ചിരിക്കുന്നത്. ഹൂണ്ടയുടെ അടുത്ത് പുതിയ മാർക്കറ്റ് ലോഞ്ച് ഒന്നുമില്ല. സിയാറ ഇലക്ട്രിക്കും കൊണ്ടുവന്നിരിക്കുന്നു. സിയാറ ഇലക്ട്രിക്, ടിയാഗോ ഇലക്ട്രിക്, പഞ്ച് ഇലക്ട്രിക്, ഹാരി ഇലക്ട്രിക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഹൈ എൻഡ് മോഡലിനെ ചെറിയൊരു ചൈന കമ്പനിയുടെ ഒപ്പം ടൈപ്പ് ഇട്ടു. അപ്പോൾ ഹീസ് ഗോയിങ് ടു കീപ് ഇൻക്രീസിങ് ഹിസ് മാർക്കറ്റ് ഷെയർ. 10% മാർക്കറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഡബിൾ ചെയ്യുമെന്ന് പറയുന്നു ഷെയറിന്. ഇത് നോക്കുമ്പോൾ ഇപ്പോൾ 60,000 വണ്ടി വിൽക്കുന്നതിന് 1,20,000 വണ്ടി പെർ മന്ത് വിൽക്കുന്ന അത്രയ്ക്കും മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് പറയുന്നു. ആക്ച്വലി സ്പീക്കിംഗ് സർ, EV സ്പേസിൽ നോക്കുമ്പോൾ കസ്റ്റമർ ക്ലയന്റ് വെളിയിൽ നിന്ന് ഒരു ഓട്ടോ എൻതൂസിയാസ്റ്റ് നോക്കുമ്പോൾ മഹേന്ദ്രയ്ക്കും ടാറ്റയ്ക്കുമാണ് കോമ്പറ്റീഷൻ ഇരിക്കുന്ന പോലെ അറിയാൻ പറ്റുന്നത്. എയ്തർ മഹേന്ദ്രയുടെ അടുത്ത് വലിയ കാറാണ് ഇരിക്കുന്നു, അതാ തന്നെ ചെറിയ കാർ വച്ചിരിക്കുന്ന കാരണം മാരുതി 800 എന്നൊരു കാറിനെ കൊണ്ടുവന്ന് കോമൺ പബ്ലിക്കിനെ പിടിച്ചോ സ്പേസിനെ ടാറ്റ എടുക്കുമോ എന്ന ഒരു ചോദ്യമുണ്ട്. മാനേജർ തന്നെ ഡാമേജർ എന്ന് പറയുന്നു. നീയാണ് മെയിൻ ഡാമേജർ. ട്രേഡറിന്റെ അടിയിലിരിക്കുന്ന ഒരു ഡാമേജർ പഞ്ച് വാങ്ങിയിരിക്കുന്നു, EV പഞ്ച്.
അവർ വന്നിട്ട് മധുരയിലാണ് ഇരിക്കുന്നത്. വീട് വന്നിട്ട് തൂത്തുക്കുടി. ഈ വരാൻ വേണ്ടിയിട്ട് EV പഞ്ച് വാങ്ങിയിരിക്കുന്നു. ലെവൽ വരയ്ക്കും ഇത് നോക്കുമ്പോൾ ടാറ്റ EV ഓക്കെ എന്നായിരിക്കുന്നു. എൻ്റെ സുഹൃത്ത് ദിലീപ് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നായിരുന്നു. അവർ എയർപോർട്ടിന് ടിഗാറിൽ ചെന്നായിരുന്നു ഇലക്ട്രിക്. എന്നിട്ട് 1 lakh കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 1,00,000 കിലോമീറ്റർ ഓട്ടിയതിന് ശേഷം 200 മീറ്ററിന് പെർ ചാർജ് കൊടുത്തോണ്ടിരുന്നത് 180 കൊടുക്കുന്നു. കാസ്റ്റ് ഓഫ് റണ്ണിങ് 1 rupee പെർ മീറ്റർ. അതെ സർ, ബാംഗ്ലൂർ ചെന്നപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ ഇതേ ടിഗാർ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ പോലത്തെ മാർക്കറ്റിൽ എന്നത് അകത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ടിഗാറിൽ തന്നെ നോക്കാൻ പറ്റുന്നു. ഇത് വന്നിട്ട് ഏർലി അഡാപ്റ്റേഴ്സിൽ ഇരിക്കുന്നു. ഈ 2 ഇൻസിഡൻറ്റ് ശേഷം എന്താ അറിയുന്നതെന്നാൽ ഏർലി അഡാപ്റ്റർ സ്റ്റേജിലിരുന്ന് അടുത്ത സ്റ്റേജിന് ചെന്നു എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ മാനേജറിന് വി കാർ വാങ്ങണം ഇതൊക്കെ തോന്നൂല. ഇറ്റ്സ് നോട്ട് എ ക്ലൈമറ്റ് എൻതൂസിയാസിസ്റ്റ് ബട്ട് പ്ലെയിൻ നമ്പേഴ്സിൽ ഇത് ബെറ്റർ എന്ന് തോന്നിയിരിക്കുന്നു. ഓക്കെ, നിനക്ക് മനസ്സിലാവുന്നില്ല? മനസ്സിലാവുന്നു സർ. ഓക്കെ, ഇപ്പൊ പുതിയതായിട്ട് കാർ വാങ്ങുന്നവർ എത്തനോൾ 20 വന്നതിന് ശേഷം ഇസി എഞ്ചിലോട്ട് പോകുമോ എന്നൊരു ചെറിയ സംശയം ഇരിക്കുന്നു. എഞ്ചിൻ വച്ചിരിക്കുന്ന എല്ലാവർക്കും പെട്രോൾ ഇട്ട വണ്ടി എന്താകുമോ എന്ന ഒരു പേടിയും ഉണ്ട്. ആകുന്നാൽ EV വിൽക്കും എന്ന ഒരു സ്ഥിതിക്ക് വന്നിരിക്കുന്നു. ഇതിലുള്ള ഇനിയൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഏറാ വന്നിട്ട് 500 കിലോമീറ്റർ തരുമെന്ന് പറയുന്നു. 50 year ബൈബാക്ക് വാറണ്ടി. എന്താകുമെന്ന് വെച്ചാൽ ഒരു 3-4 കൊല്ലത്തിൽ 500-ന് ബദലായിട്ട് 900 കിലോമീറ്റേഴ്സ് കൊടുക്കും. അതോടെ തീർന്ന് BYD ഇപ്പൊ തന്നെ ചെയ്യുന്നെന്ന് തോന്നുന്നു സർ. 900 കൊടുക്കും. ഇതിനെക്കാട്ടിലും മോസ്റ്റ് ഡേഞ്ചർ ആണ്. ഒരുപാട് ആൾക്കാർ സ്കെപ്റ്റിക്സ് ആയിരിക്കുന്നു. ബട്ടായിട്ട് വന്നിട്ട് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഇറക്കുമെന്ന് പറയുന്നു. ഇറക്കുവാണെങ്കിൽ പെട്രോളിൻ്റെ കഥ ഓവർ. ബട്ട് ഈ പ്രാവശ്യം വാറ് നടന്നല്ലേ. വാറിൽ ഇത്രയും ദൂരം പെട്രോൾ നിർത്തി കൂടെ 120 ചെന്നില്ല. കാരണം ചൈനയിൽ ഡിമാൻഡ് കൂടിയില്ല. ചൈനയിൽ 35% EV ആയിട്ട് മാറിയിരിക്കുന്നു. TVS വന്നിട്ട് 1 million EV വിറ്റു എന്ന് പറയുന്നു. ഇത് സ്നാച്ചിങ് അപ്പ്. സ്കൂട്ടേഴ്സ് വിൽ ബിക്കം EV ഇൻ 5 years. ഇപ്പോൾ സ്കൂട്ടർ ഇരിക്കുമോ എന്ന സംശയമായി തന്നെ ഇരിക്കുന്നു. ഒട്ടവും ഇതിലിരുന്ന് മാറിപ്പോവും എന്നാണ് തോന്നുന്നു. രണ്ടും പുറത്താകുവാണെങ്കിൽ ഇതിൽ തന്നെ പെട്രോൾ ഡിമാൻഡ് കുറയും. സർ, ഇപ്പോൾ നിങ്ങൾ പെട്രോൾ ഡിമാൻഡ് കുറയും എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത് EV എന്ന് പറയുമ്പോൾ ഇതിൽ കാറ് ബൈക്ക് എല്ലാം ഒന്നിരിക്കുന്നത് എങ്ങനെ വലിയ കാര്യമായിട്ടിരിക്കുന്നു. താങ്ക് യു സർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-ലിരുന്ന് 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.